ഇതാണ് ഞങ്ങൾ ഇപ്പോൾ വാങ്ങിച്ച സാംസങ്ങിൻ്റെ ഫ്രിഡ്ജ്. അപ്പോൾ സാംസങ്ങിൻ്റെ ഫ്രിഡ്ജിലോട്ട് എത്തിച്ചേരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളൊരു 8 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗോദ്റേജിൻ്റെ ഫ്രിഡ്ജാണ്. അതിൻ്റെ ബോഡി മൊത്തം അങ്ങ് കംപ്ലൈൻ്റ് ആണ്. നമ്മൾ മാക്സിമം ഒക്കെ നല്ലപോലെ യൂസ് ചെയ്തു. ഇപ്പോൾ അത് ചെറിയ എർത്തിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഐസ് കട്ട പിടിക്കുന്ന അവസ്ഥയാണ്. ആ പഴയ ഫ്രിഡ്ജ് ഞങ്ങൾ 10 വർഷം ഉപയോഗിച്ചു. 10 വർഷം ഉപയോഗിച്ചിട്ട് പിന്നെ സർവീസ് ചെയ്തിട്ട് അത് നിൽക്കുന്നില്ല. അതിൻ്റെ ഫ്രണ്ട് റബ്ബറൊക്കെ കംപ്ലൈൻ്റ് ആയി. അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റിക് സ്വിച്ച് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഇതെല്ലാം 12,500 രൂപ നമ്മൾ മുടക്കിയിട്ടും വീണ്ടും അതേ അവസ്ഥയാണ്. ഫ്രീസറിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് സമയത്ത് അത് ഫ്രീസർ മൊത്തം മറ്റേ മഞ്ഞുമല പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം വന്നുകൊണ്ട് അപ്പോൾ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് 10 വർഷം ഉപയോഗിച്ചു. എന്നാലും നമുക്കൊരു പുതിയ വാങ്ങണമെന്ന് ഓർത്തു. ഞങ്ങൾ ഒരുപാട് കമ്പനി ഫ്രിഡ്ജുകളൊക്കെ നോക്കി ചെന്ന്, പക്ഷേ ഞങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ഈ ഡബിൾ ഡോറാണ് കേട്ടോ. കൺവെർട്ടബിൾ ഫ്രീസറാണിത്. ഇത് 3 സ്റ്റാർ ആണെങ്കിലും പഴയ ഒരു 5 സ്റ്റാറിൻ്റെ റേഞ്ചിലോട്ട് വരുന്നതാണ്. ഇപ്പോൾ 3 സ്റ്റാർ വരെ ഇറങ്ങിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് 236 ലിറ്ററാണ്. അപ്പം ഇത് കട്ട പിടിക്കാത്ത ഫോസ്റ്റ് ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഞാൻ കുറച്ച് പേരോട് ചോദിച്ചു. എനിക്ക് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, വിഷ്ണു എന്ന് പറഞ്ഞപ്പോൾ. അവൻ ഫ്രിഡ്ജിൻ്റെ ടെക്നീഷ്യനാണ്. അവൻ പറഞ്ഞു, ചേട്ടാ എന്തുകൊണ്ടും നമുക്ക് ഡബിൾ ഡോറാണ് നല്ലത്. കുറച്ച് പൈസയുടെ വ്യത്യാസം കൂടെ വരുന്നെങ്കിൽ ഡബിൾ ഡോർ എടുത്തു കഴിഞ്ഞാൽ, സിംഗിൾ ഡോറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രീസറിൽ എന്ത് വെച്ചാലും ആ സാധനം ആ വെക്കുന്ന പാത്രത്തോട് കൂടി സെറ്റാകും. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെക്കുന്ന സാധനം മാത്രമേ ഫ്രീസ് ആകത്തുള്ളൂ. അപ്പം അങ്ങനൊരു ഗുണം ഇതിനുണ്ട്. അതിൻ്റെ ഫ്രഷ്നെസ് കിട്ടും നമുക്ക്. സിംഗിൾ ഡോറിലൊക്കെ സാധനം വെക്കുമ്പോഴെന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ആ പാത്രവും ആ ഫ്രീസറിനകത്ത് മൊത്തത്തിൽ സെറ്റായിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾക്കറിയാമായിരുന്നത്. പഴയ ഫ്രിഡ്ജിൽ അങ്ങനെയായിരുന്നു. എടുക്കാനൊക്കെ കുറേ നേരം ഓഫ് ചെയ്തിടണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഇതിലങ്ങനെയില്ല. വെക്കുന്ന പാത്രമൊന്നും മിസ്റ്റ് പിടിക്കില്ല. മിസ്റ്റല്ല, അതിൻ്റെ ഐസ് പിടിക്കില്ല. നമ്മുടെ ഈ വെക്കുന്ന സാധനം മാത്രം സെറ്റായിരിക്കും എന്നുള്ള പ്രത്യേകതയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഇതായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ജോലിക്ക് പോയ വീട്ടിലും കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേന് അവരുടെ ഫ്രീസറും എപ്പോഴും ഫ്രഷ്നെസ് ഉണ്ട്. നല്ല ഫ്രഷായിട്ട് സാധനം ഇരിക്കും ഇതിനകത്ത്. അവർ 3 മാസമായിട്ടൊക്കെ ചക്കയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് അതിനകത്ത് വെച്ചിട്ടുണ്ട്, വിദേശത്തു നിന്ന് വരുമ്പോൾ തിരിച്ച് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അത് 2 മാസം വരെ ഇരുന്നിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്ര ഫ്രഷ്നെസ്സോടെയാണ് സാധനം ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മളെപ്പോഴെങ്കിലും വാങ്ങിക്കുമ്പോൾ ഡബിൾ ഡോർ തന്നെ വാങ്ങിക്കണമെന്നുള്ളത്. അതുപോലെ നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു ഫ്രിഡ്ജാണ്. നമുക്ക് അളവിലും കൂടുതലാണെന്ന് തോന്നുന്നത്. പഴയതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസറൊന്നും പെട്ടെന്ന് കട്ടാവത്തില്ല. ഞങ്ങൾക്ക് അതാണ് കറണ്ട് ചാർജ് കൂടുതലാണ്. ഫുൾ ടൈം കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം തെർമോസ്റ്റാറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ കംപ്രസർ വർക്ക് ആവാതിരിക്കുന്നത്. കാരണം ഈ ടെമ്പറേച്ചറിനെ ഇത്രയും കൂളായെന്നുള്ള അറിയിപ്പ് കൊടുക്കാനുള്ള തെർമോസ്റ്റാറ്റ് സ്വിച്ചിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ കംപ്രസർ കട്ടാവാത്തത്. ഈ തെർമോസ്റ്റാറ്റ് കറക്റ്റായിട്ടൊരു അറിയിപ്പ് അതിന് കൊടുക്കാത്തതുകൊണ്ടാണ് അത് കട്ടാവാത്തത്. അത്രയും തോന്നും നമ്മുടെ ഈ കംപ്രസർ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് 800 രൂപയൊക്കെ വരുന്ന കറണ്ട് ചാർജ് 1500 വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രിഡ്ജാണ് പ്രശ്നം. അതുപോലെ തന്നെ മോട്ടറൊക്കെ ഇടുന്നുണ്ടെങ്കിൽ മോട്ടറൊക്കെ 5 മിനിറ്റ് ഇട്ടായി. ഇത് കണ്ടിന്യൂ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമല്ലേ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ പ്രശ്നം വന്നതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും. ഒരു 10 പ്രാവശ്യം വന്നിട്ട് 500 രൂപ വെച്ച് കൂടി 5000 രൂപ അത് പോയില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫ്രിഡ്ജൊക്കെ മാക്സിമം ഒരു 10 വർഷം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് നമ്മുടെ കറണ്ട് ചാർജ് തന്നെ നമ്മളെ കൊന്നു തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ആ EMI കുറച്ച് പൈസ ഇട്ട് 2500 രൂപയുടെ EMI ഒക്കെ ആവത്തുള്ളൂ. കുറച്ച് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടും ഞങ്ങൾ എപ്പോഴും തന്നെ ഈ ഫിനിഷിങ്, ഈ സ്റ്റീൽ ഫിനിഷിങ് തന്നെ എടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ ഈ സർഫേസിൽ വെള്ളമൊന്നും പെട്ടെന്ന് പിടിച്ചിരിക്കത്തില്ല. നമുക്ക് തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. മറ്റേ പെയിൻറ്റ് ചെയ്തതൊക്കെ ആണെങ്കിൽ ആ പെയിൻറ്റ് കുറേ ദിവസം കഴിഞ്ഞ് പൊള്ളി ഇളകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വെള്ളം പിടിച്ചിരുന്ന് തുരുമ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇഞ്ചസ് ഒക്കെ ആയാലും അത്രയും നീറ്റായിട്ടുള്ള ഇഞ്ചസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു, എനിക്കിഷ്ടപ്പെട്ട സാംസങ്ങിൻ്റെ തന്നെ ആകാൻ കാരണം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ എന്ത് ഐറ്റം ആയാലും സാംസങ് പഴയ കമ്പനിയാണ്, എന്നാലും അത്രയും വിശ്വാസ്യതയുള്ള കമ്പനിയാണ്. ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടച്ച് സ്വിച്ചുകളാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റമൊക്കെ കൊടുത്തിരിക്കുന്നത്. കൺവെർട്ടബിൾ ഫ്രീസറിൻ്റെ ഒരു കൺട്രോളിങ് യൂണിറ്റ് പോലെ ഒരു സ്വിച്ചാണിത്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഫ്രീസർ ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്തിടാം, അല്ലാത്തപ്പോൾ ഓഫ് ചെയ്തിടാം. അങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പാണിത്. ഒരു ഫ്രീസറിൽ കൺവെർട്ടബിൾ എന്ന് പറയാൻ നമുക്കിപ്പം കുറച്ച് ഹെവി സാധനങ്ങൾ, കുറച്ച് ചിക്കനൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. ഇതിൽ നമുക്കിതാ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ ഇത്രയും വലിയൊരു ഫ്രീസർ സെറ്റപ്പാണ്. അതുപോലെ തന്നെ ഐസ് ക്യൂബ്, ഐസ് ബാർ, അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ ചിക്കനോ
ചെറിയ ക്വാണ്ടിറ്റി അളവിൽ മീനൊക്കെ വെക്കണമെങ്കിൽ ഇതിനകത്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ചെറിയ കണ്ടെയ്നറുകളൊക്കെ വാങ്ങിച്ചിട്ട് വേണം വെക്കാൻ. എപ്പോഴും ഫ്രീസറിൽ വെക്കുമ്പം ഈ ഡയറക്റ്റായിട്ട് വെക്കാൻ പാടില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ചെറിയൊരു കണ്ടെയ്നർ, ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്താക്കി അടച്ച് വേണം നമുക്ക് സൂക്ഷിക്കാനായിട്ട്. അപ്പം അത് വേറെ വിഷയങ്ങൾ, ആ ഫ്രഷ്നെസ് എപ്പോഴും കിട്ടും നമുക്ക്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വെജിറ്റബിൾസ് ഒക്കെ വെക്കാനായാലും, വെജിറ്റബിൾസൊക്കെ നമ്മൾ ആദ്യമായിട്ട് വന്നുകൊണ്ടാണ് കട്ട് ചെയ്തൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി കുറച്ച് ഓൺലൈനിൽ നമ്മൾ കുറച്ച് കണ്ടെയ്നർ ഓർഡർ ചെയ്തിട്ടുണ്ട്, ചെറിയ പൈസയുള്ളത്. അപ്പം അത് വാങ്ങിച്ചിട്ട് അതിൽ കട്ട് ചെയ്ത് വേണം വെക്കാനായിട്ട്. എപ്പോഴും നമ്മൾ തുടച്ചൊക്കെ വേണം, നനഞ്ഞ കൈ കൊണ്ടൊന്നും ഫ്രിഡ്ജ് തുറക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ബോഡിയിൽ പെട്ടെന്ന് അഴുക്കൊക്കെ പിടിക്കുന്നത്, തുരുമ്പൊക്കെ പിടിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു സാധനം നമ്മൾ മേടിച്ച ഈ ഫ്രിഡ്ജ് നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നമുക്കൊരു തൃപ്തരാണ് കേട്ടോ ഈ ഒരു ഫ്രിഡ്ജിൽ. മറ്റുള്ളതിനെ കുറ്റം പറയുന്നതല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്, അതുകൊണ്ട് ഞങ്ങളിത് വാങ്ങിയെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പുതിയ മോഡലുകൾക്ക് ടച്ച് സ്ക്രീനും അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ വരുന്ന മോഡലൊക്കെ അറിയണം. അതൊന്നും നമുക്ക് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. പക്ഷെ അതൊക്കെ നല്ല ആണ് കേട്ടോ. നല്ല വലിയ വീടൊക്കെ വയ്ക്കുന്നവർക്കൊക്കെ അത് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഭയങ്കര രസമുള്ള മോഡലാണ് സാംസങ്ങിന് വന്ന്. ഫ്രണ്ടെല്ലാം നല്ല ബ്ലാക്ക് ഗ്ലാസ് ഒട്ടിച്ച ഡോറൊക്കെയാണ്. കണ്ടപ്പോൾ നല്ല ഒരു ഭംഗി തോന്നി അത് വാങ്ങിക്കാം. പക്ഷേ നമ്മുടെ സാമ്പത്തിക അവസ്ഥ അങ്ങോട്ട് വാങ്ങിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ഇഷ്ടപ്പെട്ടായിരുന്നു. സാംസങ്ങിൻ്റെ എല്ലാ മോഡലും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്.